ചെറുപ്പത്തിൽ തുടങ്ങിയ നടുവേദന മാസങ്ങളായി തുടരുന്നുണ്ടോ? രാവിലെ സ്റ്റിഫ്നെസ് കൂടുതലാണോ? ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ആൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി റുമാറ്റിക് ഡിസീസാണ്. ഇത് പ്രധാനമായും സ്പൈനെയും സാക്രോഇലാക് ജോയിൻസിനെയാണ് ബാധിക്കുന്നത്. പലരിലും ബാക്ക് പെയിനും മോർണിംഗ് സ്റ്റിഫ്നെസ്സുമാണ് ആദ്യ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഈ വേദന സാധാരണയായി വിശ്രമിക്കുമ്പോൾ കുറയാതെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ കുറയുന്ന സ്വഭാവം കാണിക്കാം. രാത്രിയിൽ വേദന കാരണം എഴുന്നേൽക്കുന്നതും ചിലരിൽ ഉണ്ടാകാം. ചിലർക്ക് ഹിപ്പ് അല്ലെങ്കിൽ മറ്റ് ജോയിൻസിലായിരിക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. കണ്ണിലെ ഇൻഫ്ലമേഷനുമായ യുവൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളും ചിലരിൽ ഉണ്ടാകാം. എല്ലാ ബാക്ക് പെയിനും ആൻകൈലോസിസ് സ്പോണ്ടിലൈറ്റിസ് അല്ല. എന്നാൽ ചെറുപ്പത്തിൽ തുടങ്ങിയ ക്രോണിക് ബാക്ക് പെയിൻ, മോർണിംഗ് സ്റ്റിഫ്നെസ്, എക്സസൈസിൽ മെച്ചപ്പെടുന്ന വേദന എന്നിവ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും അത് എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അതിൻ്റെ സ്ഥിതി മനസ്സിലാക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. താങ്ക് യു ആൾ.